ഒരു ചെമ്മീൻ ബിരിയാണി തയ്യാറാക്കുന്നതിലേക്ക് ഈ ഗ്ലാസ്സിന് 3 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു വിസിൽ കേട്ടതിന് ശേഷം നമ്മൾ ആ പരിപ്പ് അടുപ്പ് വെച്ച് വെന്തിരിക്കുകയാണ്. ഒരു വിസിൽ മതി. ഒരു വിസിലടിക്കുമ്പോൾ നമുക്ക് ആവി പോയിട്ട് അടപ്പ് തുറക്കാം. പിന്നെ തുറന്ന് ഇതിനി ഊറ്റിയെടുക്കണം. വെള്ളം വാർത്ത് എടുക്കണം. ചെമ്മീൻ ബിരിയാണിക്ക് ചോറ് വേവിക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് ഇതിലേക്ക് നമ്മളിത് പട്ട ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കുക. അരി നെയ്ക്കകത്ത് ഇങ്ങനെ വറുത്തതിന് ശേഷം നമ്മളൊരു 6 ഗ്ലാസ് വെള്ളം ഇവിടെ തിളപ്പിക്കാൻ വെച്ചിരുന്നു. ആ വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. 6 ഗ്ലാസ് തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതിനി നമുക്ക് അടച്ച് വേവിക്കാം. ഒരു കളറിന് വേണ്ടി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് ഈ ഉപ്പിടാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. വലിയ ജീരകം കുറച്ച് ഇത് ഇട്ടിട്ടുണ്ട്. നെയ്ക്കകത്തിടാനുള്ളതായിരുന്നു. നെയ്ക്കകത്തിട്ട് മൂപ്പിക്കാം. അല്ലാതെ ഇട്ടാലും കുഴപ്പമില്ല. പിന്നെ കുറച്ച് വലിയ ജീരകവും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇളക്കി ഇതിന് അടച്ച് വേവിക്കാം. കൊഞ്ച് ചെമ്മീൻ നമ്മൾ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പുരട്ടി വയ്ക്കാം. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം എടുത്ത് എണ്ണ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ആ ചെമ്മീൻ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചെമ്മീനാണ്. 5 മിനിറ്റോ 10 മിനിറ്റോ വെച്ചാൽ മതി. കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം നമുക്ക് അരപ്പ് പിടിച്ചിരിക്കും. ഇപ്പോൾ നമ്മൾ എണ്ണയിൽ വറുത്ത കൊഞ്ച് ഇങ്ങോട്ട് മാറ്റുകയാണ്. ഇത് നമുക്ക് നല്ലതുപോലെ മൂക്കണ്ട. നല്ലൊരു വേവുന്ന പരുവത്തിൽ ഇങ്ങോട്ട് എടുത്താൽ മതി. അല്ലാതെ അടുപ്പിൽ വെച്ച് വെള്ളം ഒഴിച്ച് വേണമെങ്കിലും വേവിക്കാം. എന്നാലും ടേസ്റ്റ് കൂടുതൽ നമുക്ക് കടിച്ച് തിന്നാൻ സുഖവും ടേസ്റ്റും ഇങ്ങനെ വറുത്തെടുക്കുന്നതാണ്. ഇതിലേക്ക് നമ്മൾ ഇഞ്ചി ആ എണ്ണയിൽ തന്നെ കൊഞ്ച് മൂപ്പിച്ചെടുത്ത എണ്ണയിൽ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് ഇളക്കി ഇതിലേക്ക് ഒരു ചെറിയ 4 സവാളയും പച്ചമുളകും ഇട്ട് ഇളക്കാം. ഉള്ളി കഴുകി അത് പച്ചമുളക് കഴുകി ഉള്ളിയും പച്ചമുളകും വാടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. 3 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മളൊരു സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. 1.5 സ്പൂൺ മുളക് പൊടി ഇടും. ഒരു സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇടുന്നത്. ഇനി നമ്മളിതിലേക്ക് ആ കൊഞ്ചെടുത്ത് ഇട്ടിരിക്കുകയാണ്. അതിനി ഇളക്കാമല്ല. ഇനി ഒന്ന് അടച്ച് വേവിച്ച് കൊടുക്കാം. നമ്മളെ ചെമ്മീൻ മസാല ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് ചെറിയ തീയിൽ
അടച്ച് ഒന്നുകൂടെ ഒന്ന് വേവിക്കാം. നമ്മൾ കൊഞ്ചുപ്പ് ചേർത്താണ് വറുത്തെടുത്തതെങ്കിൽ നമ്മൾ ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പൂടെ ഇട്ട് കൊടുക്കണം. വീണ്ടും അടച്ച് വേവിക്കാം. നമ്മളിനി ഈ ചെമ്മീൻ മസാല ചോറിലോട്ട് കോരി വെച്ച് വറുത്ത് വെച്ച കറിവേപ്പില ഇട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചെമ്മീൻ മസാല എല്ലാം നമ്മളിത് ചേർക്കുന്നതായിരിക്കും. മിക്സ് ചെയ്തതിലേക്ക് കറിവേപ്പിലയും ഉള്ളി വരട്ടിയതും സവാള വരട്ടിയതും ഉണ്ടായിരുന്നു. അതും 2 സവാളയാണ് ഞാൻ മൂപ്പിച്ചെടുത്തത്, അതായത് വറുത്തെടുത്തത്. ഇനി അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ഇടണം. ഇപ്പോൾ നമ്മളെ ചെമ്മീൻ ബിരിയാണി ഇവിടെ ശരിയായിരിക്കുകയാണ്.